ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കാനുണ്ട്. പേര് നസീബ് എന്ന പ്രേക്ഷകൻ ചൂരൽമലയിൽ നിന്ന് പറഞ്ഞോളൂ നസീബ്. നമ്മളൊരു 2 ദിവസം മുമ്പ് തന്നെ ഈ മൃഗങ്ങളെയൊക്കെ മുകളിലുണ്ട് എന്ന് പറഞ്ഞ് വേറൊരു ചാനലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ മുകളിൽ പോയിട്ട് നമുക്ക് സിഗ്നൽ കിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞാൽ അത് സംരക്ഷണം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ താഴെ നിങ്ങളെ റിപ്പോർട്ടർമാര് വന്ന് ബന്ധപ്പെട്ടപ്പോ ഇവരാണ് മുകളിൽ വന്നിട്ട് ആ നായയുടെയും പോത്തിന്റെയും എല്ലാത്തിന്റെയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. അവര് നമ്മുടെ കൂടെ വന്നു. ഏകദേശം തന്നെ 2 കിലോമീറ്ററോളം മുകളിലേക്ക് കയറി പോകണ്ടായിരുന്നു ചൂരൽമലേന്റെ മോൾ വശത്തേക്ക്. പക്ഷെ മറ്റാരും വിളിച്ചപ്പോഴൊന്നും ആരും വന്നില്ല. പക്ഷെ നിങ്ങളെ റിപ്പോർട്ടർമാരാണ് എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നിടത്തൊക്കെ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർമാരും എല്ലാവരും അവിടെ ഉള്ളത്. ഞങ്ങളൊരു വലിയൊരു സംഘം റിപ്പോർട്ടർമാർ അവിടെ ഉണ്ട് നസീബ്. അതെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളെ മുമ്പിലുണ്ട്. ഇപ്പൊ അവര് നിൽക്കുന്നുണ്ട്. അവര് നമ്മളിപ്പോ അവിടെയുള്ള ആ സ്പോട്ടിലാണ് ഉള്ളത്. താങ്കൾ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാണോ? അതെ നമ്മൾ 2-3 ദിവസമായിട്ട് ഇവിടെ തന്നെയുള്ള. അപ്പൊ എന്ത് വിവരം ഉണ്ടെങ്കിലും അറിയിക്കുക. നിങ്ങൾ നൽകുന്ന വിവരങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടാവും. അതായത് ഇന്നലെ തന്നെ ഒരു സ്കൂളിന്റെ സൈഡിൽ തന്നെ കുറെ മരങ്ങൾ വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് സ്മെല്ല് വന്നതുകൊണ്ട് നമ്മൾ നോക്കിയത് അവിടുന്ന് നമുക്കൊരു കാലും ഒരു കണ്ണും അതേപോലെ തന്നെ ലിവറിന്റെ ഒരു പീസും അവിടുന്ന് കിട്ടിയത് ഇന്നലെ. മലയിലാണോ? അതെ, ചൂരൽമലയിൽ. അതെ ഇന്നലെ ഉച്ചയ്ക്കാണ് അവിടുന്ന് കിട്ടിയിരുന്നത്. പലയിടത്തും ഇങ്ങനെ ശരീരഭാഗങ്ങളൊക്കെയാണ് കണ്ടുകിട്ടുന്നത്. അതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അഴുകി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള ശരീരഭാഗങ്ങൾ വളരെ വേഗം തന്നെ സംസ്കരിക്കും. മരങ്ങൾ കൂടിക്കിടക്കുന്ന സ്ഥലത്ത് തന്നെ ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. നമ്മളത് സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. മൃഗങ്ങളാണോ അല്ലെങ്കിൽ മനുഷ്യ ശരീരങ്ങളാണോ എന്താണോ എന്നുള്ളത് അറിയില്ല. അതെ, അതാണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഏതായാലും തെരച്ചിൽ പുരോഗമിച്ചു. വളരെ നന്ദി നസീബ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അവർ തന്ന വാർത്തയ്ക്കൊപ്പം വളരെ വേഗത്തിൽ എത്തിയവർ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ റിപ്പോർട്ടറിനെ അവർ അഭിനന്ദിച്ചിരിക്കുന്നത്. വളരെ നന്ദി നസീബ്. കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ വാർത്തകൾ എന്തും സംഭവിക്കുമ്പോൾ കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വലിയ വാർത്താ സംഘം തന്നെ അവിടെ ഉണ്ട് വയനാട്ടിൽ എന്നുള്ളതാണ്.